ആരെ വിളിക്കുന്നു, ആരെ കാണുന്നു, ആരായിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്, ഓൺലൈനിൽ കാണുമ്പോൾ അഷ്റഫ് ഡിസ്റ്റർബ്ഡ് ആവും, വളരെയധികം ആങ്ഷ്യസ് ആവും. ഇപ്പോൾ ഈ പെൺകുട്ടിയോട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ പെൺകുട്ടിയുടെ ഒരു പേഴ്സണൽ ലൈഫ് ഇത്ര മാത്രം ഞാൻ ഇടപെടാൻ പാടില്ലല്ലോ. പക്ഷേ ആ കുട്ടി വേറൊരാളുടെ മുഖത്തേക്ക് നോക്കുന്നതോ വേറൊരാൾക്ക് എന്തെങ്കിലും ഇഷ്ടം കാണിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല. വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഓവർ തിങ്കിങ് ആണ് എൻ്റെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് ഇത് വരാം. ഓവർ എ പീരീഡ് ഓഫ് ടൈം നല്ലോണം സ്ട്രെസ്ഡ് ആണെങ്കിൽ, ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് വരാം. ഞാൻ ഡോക്ടർ വിദ്യേശ്വരി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ കഥയാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ വളരെ ഗുഡ് ലുക്കിംഗ്, ആരായാലും ഒന്ന് രണ്ടാമത് ശ്രദ്ധിക്കും അയാളെ. നല്ല ടോൾ, വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നത്, ഡോക്ടർ എന്നെ അലട്ടുന്ന പ്രശ്നം തന്നെ ഞാൻ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് ആലോചിച്ചിട്ട് ഓവർ തിങ്കിങ് ആണ് എൻ്റെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സാങ്കല്പികമായൊരു പേര് കൊടുക്കാം അയാൾക്ക്, അഷ്റഫ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് രാത്രി ഉറക്കമില്ല, ഒന്ന്, എനിക്ക് എപ്പോൾ നോക്കിയാലും ഞാൻ ഒരാളോട് ഒബ്സസ്ഡ് ആണ്, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്, ആ കുട്ടിക്ക് എന്നെയും തിരിച്ചിഷ്ടമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം രണ്ടുപേർക്കും കൂടെ അങ്ങോട്ട് ഇഷ്ടമാണ്, പിന്നെ ഇതിനകത്തുള്ള സ്ട്രെസ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു, അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇയാൾ ഈ ഇഷ്ടപ്പെട്ടേക്കുന്ന ഈ കുട്ടി കല്യാണം കഴിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. ഡിവോഴ്സിൻ്റെ വക്കത്താണ് കുട്ടി, ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡിവോഴ്സ് ആയിട്ടില്ല. പക്ഷേ ഈ കുട്ടി ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ് ഇപ്പോൾ. കാരണം ഡിവോഴ്സ് ചെയ്യണോ വേണ്ടോ, കാരണം അയാളായിട്ട് നല്ലോണം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് ഈ പെൺകുട്ടിക്ക്. പക്ഷേ അഷ്റഫ് ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒന്നും ഈ കുട്ടിക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷേ രണ്ടുപേർക്കും ഇങ്ങോട്ടും അങ്ങോട്ട് വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ അഷ്റഫ് ഇപ്പോൾ വന്ന പ്രശ്നം എന്താണെന്നറിയോ? അഷ്റഫിന് തോന്നുന്നത് ഒരുപാട് ഈ കുട്ടിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇയാൾ ഇടപെടുന്നുണ്ട്. ആരെ വിളിക്കുന്നു, ആരെ കാണുന്നു, ആരായിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്, ഓൺലൈനിൽ കാണുമ്പോൾ അഷ്റഫ് ഡിസ്റ്റർബ്ഡ് ആവും, വളരെയധികം ആങ്ഷ്യസ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു, അഷ്റഫ് നമുക്ക് ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, സൈക്കോതെറപ്പി അല്ലെങ്കിൽ നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി നമ്മൾ അപ്രോച്ച് എടുക്കാം. പക്ഷേ ഇയാൾ മെഡിസിൻ എടുക്കേണ്ടി വരും. കാരണം അത്രത്തോളം ഇയാൾക്ക് രാത്രി ഉറക്കമില്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങോട്ടേക്ക് പോവും, മുമ്പിലേക്ക് പോവോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇയാൾ നിൽക്കുന്നത്. ഇയാൾ പറഞ്ഞു, എനിക്ക് നല്ലോണം അറിയാം ഡോക്ടർ എൻ്റെ പ്രശ്നം എന്താണെന്ന്. കാരണം ഇതിന് മുമ്പ് ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നു. ആ റിലേഷൻഷിപ്പ് വളരെയധികം ടോക്സിക് ആയിരുന്നു. എന്നിട്ട് ആ കുട്ടി എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം എന്നെ സംശയം, ഞാൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയ സംശയം, ഞാനൊരു ഒരു 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 വേറൊരു കുട്ടിയെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ, ഞാനൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്താൽ അതിന് സംശയം, അങ്ങനത്തെയൊക്കെ ആയിരുന്നു ആ പെൺകുട്ടിക്ക്. ആ പെൺകുട്ടി വളരെ ടോക്സിക് ആയതുകൊണ്ട് ഞാൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരിക ചെയ്തത്. പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ആ റിലേഷൻഷിപ്പ് കാരണം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയായി മാറുകയാണ്. ഇപ്പോൾ ഈ പെൺകുട്ടിയോട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ പെൺകുട്ടിയുടെ ഒരു പേഴ്സണൽ ലൈഫ് ഇത്ര മാത്രം ഞാൻ ഇടപെടാൻ പാടില്ലല്ലോ. ഞങ്ങൾ റൂം എടുത്ത് ഒരുമിച്ച് താമസിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി എന്നോട് ഹോണസ്റ്റാണ്, ആ കുട്ടി എന്നെ വിവാഹം കഴിക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനാണിപ്പോൾ ആ കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്ന് എനിക്കറിയാം. പക്ഷേ ആ കുട്ടി വേറൊരാളുടെ മുഖത്തേക്ക് നോക്കുന്നതോ വേറൊരാൾക്ക് എന്തെങ്കിലും ഇഷ്ടം കാണിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല. എനിക്കത് താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, താൻ മെഡിസിൻ എന്തായാലും എടുക്കേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ടീമിൽ സൈക്യാട്രിസ്റ്റുകളുണ്ട്. ആൻസൈറ്റിക്ക് ഇയാൾ മെഡിസിൻ എടുത്തു, ആൻസൈറ്റി ഡിസോർഡറാണ് ഇയാൾക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ എക്സ്പേർട്ട് ടീമിൽ എപ്പോഴും സൈക്യാട്രിയിൽ വേറൊരു തലമുണ്ട്, ഹോമിയോപ്പാത്തി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം ഹോമിയോപ്പാത്തിയിൽ ഒരുപാട് സൈക്യാട്രിക് ഡിസോർഡേഴ്സിന് മരുന്നുകളുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ് മെഡിസിൻ എടുക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അയ്യോ എനിക്ക് പ്രാന്താണെന്ന് പറയുമോ എന്ന്. പക്ഷേ അങ്ങനെയല്ല. അവർ മെഡിക്കൽ ഡോക്ടേഴ്സാണ്. അവർ ഈ പറഞ്ഞ പോലെ അവരെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം എന്താണെന്നുള്ള ഡയഗ്നോസ് ചെയ്തിട്ട് ആ അസുഖത്തിന് മരുന്ന് ഉണ്ടാവും. അല്ലാതെ അവരെ നിങ്ങളെ ലേബിൾ ചെയ്യുമോ, എനിക്ക് മാനസിക രോഗിയാണ് ഞാൻ എന്നൊരു ലേബിളിങ് എനിക്ക് വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് പക്ഷേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവാത്തത്. അതും പോകുന്നുണ്ടെങ്കിലും വളരെ ഒളിച്ചാണ് പോകുന്നത്. ഞാൻ നേരത്തെ ഹോമിയോപ്പത്തിയുടെ കാര്യം പറഞ്ഞ പോലെ അഷ്റഫിന് ഹോമിയോപ്പത്തിയാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. കാരണം അഷ്റഫിന് അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഇല്ല. അഷ്റഫിൻ്റെ സ്ലീപ്പ് ഒന്ന് ശരിയാക്കിയെടുക്കണം,
അഷ്റഫിന് ആൻസൈറ്റി ഒന്ന് കുറയ്ക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോൾ അഷ്റഫിനോട് ഞാൻ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് തിരിയാൻ പറഞ്ഞു, കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു, ഡയറ്റിൽ വ്യത്യാസം വരുത്താൻ പറഞ്ഞു. ഞാൻ ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് ഇത് വരാം. ഓവർ എ പീരീഡ് ഓഫ് ടൈം നല്ലോണം സ്ട്രെസ്ഡ് ആണെങ്കിൽ, ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് വരാം, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ നമ്മുടെ സെക്രീഷൻസിൽ വ്യത്യാസം വരാം, കെമിക്കൽ ഇംബാലൻസസ് വരാം, സെറോട്ടോണിൻ ആൻഡ് ഡോപ്പമൈൻ്റെ സെക്രീഷൻസിൽ വ്യത്യാസം വരാം. ഇതൊക്കെ റീസൺസ് ആണ് നമുക്ക് നമ്മളെ ഹൈ ലെവൽ ഓഫ് ആൻസൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്താൽ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ, മെഡിസിൻ എടുക്കേണ്ട സ്ഥലത്ത് മെഡിസിൻ എടുത്താൽ വ്യത്യാസം വരും. അഷ്റഫ് ഇപ്പം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ ഒരു പ്രണയം കളയണ്ട. ആ ആളോട് തനിക്ക് പ്രണയമുണ്ടെങ്കിൽ അത് കൊണ്ട് നടക്കുന്നതിനൊരു തെറ്റുമില്ല. പക്ഷേ ആ ആളുടെ അടുത്ത് ഒബ്സസ്ഡ് ആവാതിരിക്കുക, ആ ആളുടെ ജീവിതം ഒരു സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാതിരിക്കുക. തന്നോടുള്ളൊരു പ്രണയം ആ കുട്ടിക്കും ഈക്വലി സ്ട്രോങ് ആണെങ്കിൽ എന്തായാലും തിരിച്ചതിലേക്ക് തന്നെ വരും. പക്ഷേ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ അതാക്കിയിട്ട് നമ്മുടെ ഡേ ടു ഡേ ബേസിസിലുള്ള നമ്മുടെ ഫങ്ഷൻസിനെ, നമ്മുടെ ഡേ ടു ഡേ ഉള്ള ആക്ടിവിറ്റീസിന്, അഷ്റഫ് എന്ന രാഷ്ട്രീയക്കാരൻ നഷ്ടപ്പെടുകയാണ്, അഷ്റഫ് എന്ന ഒരുപാട് എഴുതുന്ന ഒരാളാണ്, അതെല്ലാം അഷ്റഫിന് നഷ്ടപ്പെടും ഇതിലേക്ക് മാത്രം ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ പതുക്കെ അഷ്റഫ് നല്ലോണം മാറ്റങ്ങൾ വരുത്തി, മെഡിസിൻ എടുത്തു. ഇപ്പോൾ നല്ല വ്യത്യാസം അഷ്റഫിലുണ്ട്. ഡോക്ടറെ കാണാനുള്ളൊരു തീരുമാനമായിരുന്നു അതിലത്തെ ശരി എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം അഷ്റഫ് ഒരു പക്ഷേ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നല്ലൊരു രാഷ്ട്രീയക്കാരനെ നമുക്ക് നഷ്ടപ്പെടാം. കാരണം അയാളിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കും സമൂഹത്തിലേക്കും പൊതുജനങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റേ കുട്ടിയുടെ കേസിലാണെങ്കിൽ ആ കുട്ടിയെ മൊത്തത്തിൽ സംശയിച്ച്, മൊത്തത്തിൽ അവർ റിലേഷൻഷിപ്പ് ആകെ അങ്ങ് ആവുന്നൊരു സിറ്റുവേഷനിലേക്ക് അത് എത്തിയിരുന്നു. ഇതുപോലെയാണ് നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന പല ജീവിതങ്ങൾ. ഒരു പക്ഷേ ഇതൊരു ആത്മഹത്യയിലേക്ക് വരെ നയിക്കാം. കാരണം അഷ്റഫിന് താങ്ങാവുന്നതിൽ കൂടുതലായിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, ആൻസൈറ്റി ആയിരുന്നു അഷ്റഫിൻ്റെ പ്രശ്നമെന്നും ആൻസൈറ്റിക്ക് മെഡിസിൻ ഉണ്ടെന്നും മെഡിസിൻ എടുക്കുകയും അതിൻ്റെ കൂടെ തെറപ്പീസ് എടുക്കുകയും ചെയ്തപ്പോൾ നല്ലൊരു വ്യത്യാസമാണ് അഷ്റഫിൽ വന്നത്. ഇതുപോലുള്ള പല ചെറുപ്പക്കാരും ഇതുപോലത്തുള്ള സിറ്റുവേഷനിൽ ഒരു പക്ഷേ ജോബ് സ്ട്രെസ് ആവാം, ഒരു പക്ഷേ ഫാമിലി ലൈഫിലെ ഒരു ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ജോബിൽ കിട്ടുന്ന യാതൊരു വിധത്തിലും ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല, ഞാനൊരു വർത്തി പേഴ്സൺ അല്ല, എന്നെക്കൊണ്ട് കൊള്ളില്ല എന്നുള്ളൊരു തോന്നലുകളാവാം. അപ്പോൾ അഷ്റഫ് അത് ഐഡൻറ്റിഫൈ ചെയ്തു, ഡയഗ്നോസിസ് കറക്റ്റായിട്ട് പോയി. അതുകൊണ്ട് തന്നെ അയാൾ ആൻസൈറ്റിക്കുള്ള മെഡിസിൻ എടുത്തപ്പോൾ അത് മൊത്തത്തിൽ രണ്ടുപേരെയും ജീവിതം ഒരു ഹാപ്പി ലൈഫിലേക്ക് അങ്ങ് മുമ്പിലേക്ക് പോയി. അയാളുടെ പ്രണയം തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇത് മുമ്പിലേക്കൊരു വിവാഹത്തിലേക്ക് അവസാനിക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് അങ്ങനെ അവസാനിക്കട്ടെ. പക്ഷെ അഷ്റഫിൻ്റെ ഡേ ടു ഡേ ഫങ്ഷനിങ്, അഷ്റഫിൻ്റെ ഒരു ജീവിതത്തിനെ അത് ബാധിക്കാതെ അത് ആ ഒരു കറക്റ്റ് ഇൻ്റർവെൻഷൻ കാരണം അത് ശരിയായിട്ട് വന്നു. ഇതുപോലുള്ള പല ചെറുപ്പക്കാരും നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടാവാം, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടാവാം. ഇത് ഒരു പക്ഷേ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട്, ആത്മഹത്യ ചെയ്തു, ഇങ്ങനൊരു കടം വന്നു, ഒരുപാട് കടങ്ങൾ വന്നു, ആത്മഹത്യ ചെയ്തു. അത് ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു ജീവനായിരിക്കില്ല ഒരു പക്ഷേ ഒരു ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ അത് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടായേനെ. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, ഒരു ലൈഫ് സ്റ്റോറിയിൽ നിന്ന് നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടാവാം. ഇതിന് പരിഹാരമുണ്ട്. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.